ഇതുവരെ ഞാൻ അനുഭവിച്ച വേദനയിലധികം ദൈവം ഒരാൾക്കും കൊടുക്കില്ലെന്ന് കരുതിയവളാ ഞാൻ. പിന്നെയും ഏതൊരു മനുഷ്യനെ ഞാൻ കൂടുതൽ വെറുത്തുവോ എന്നും അയാളുടെ മുഖം തന്നെ കാണേണ്ട ഗതികേടാണ് എനിക്ക് വിധിച്ചത്. മോളെ കൊണ്ട് പറയിപ്പിക്കാനാണ് എന്നെ തിരക്ക് അങ്ങോട്ട് വന്നത്. ക്ഷമിക്കുന്നു സാർ, ക്ഷാമമുണ്ടരുത്. എന്നെ അനുസരിക്കില്ലെന്നായോ നീ? എനിക്ക് പറ്റും സാർ. ഞാനൊരു സഹായം ചോദിക്കുകയായിരുന്നു. വേദജ്ഞർ കൽപ്പിച്ച കർമാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഋത്തുക്കായിട്ടല്ല, ഒരു സാധു ബ്രാഹ്മണനായിട്ട്. പറഞ്ഞാൽ ദേഹി ഒടിഞ്ഞ ദേഹത്തെ എങ്ങനെയും നശിപ്പിക്കാം. ജഡത്തിന് അരണികടഞ്ഞ ആളിച്ച അഗ്നിയും അടുമരം കത്തിച്ച തീയും ഈ മണ്ണും തീർത്ഥവും ചളിക്കുണ്ടും ഒക്കെ ഒരുപോലെയാണ്. എന്നാൽ ദേഹം വെടിഞ്ഞ ആത്മാവിന് മുക്തി നേടാൻ ഇഹത്തിൽ ജീവിച്ചിരിക്കുന്നവർ കർമ്മങ്ങൾ ചെയ്യണം. ഈ സാധു ബ്രാഹ്മണൻ സാറിനോട് യാചിക്കുന്ന ഭിക്ഷ അതാണ്. എന്റെ മകന്റെ ആത്മാവ് ഗതി കിട്ടാതെ അറിയാതിരിക്കാൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം. പറയൂ സാർ, എവിടെയാണ് അവന്റെ ദേഹം നശിപ്പിച്ചത്? എനിക്കറിയില്ല. എവിടെയാണ് അവന്റെ അവശിഷ്ടങ്ങളുള്ളത്? ഒരു കഴുകണ അസ്ഥിയോ ഒരു തുള്ളി ചാരമോ തരും? എന്നോട് ചോദിക്കരുത്. ഇല്ലെങ്കിൽ ഈ വൃദ്ധന്റെ ശാപം തനിക്ക് കേൾക്കും. താനും തന്റെ കുടുംബവും മുടിയും. ഇയാളൊരു പുല്ല് എനിക്ക് കേൾക്കില്ല. അവനെ ചുട്ടതും കരിച്ചതും കയത്തിൽ കെട്ടി താഴ്ത്തതും ഞാനല്ല. സാർ, ഞാൻ ശ്രീനി. മനസ്സിലായി? വിപ്ലവ പാർട്ടിയല്ലേ? ഇരിക്കും. ഇപ്പോ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ് പ്രതാപം കലാവാരികയുടെ. കലാവാരികയോ? കലയേക്കാൾ കൊലയുമായിട്ടല്ലേ തനിക്ക് കൂടുതൽ ബന്ധം? ഒരു പാവം പോലീസുകാരനെ വെട്ടിക്കുന്ന ആ ചോരയിൽ കൈമുക്കി ചുവരിൽ പതിപ്പിച്ചവനല്ലേ നീ? ആ കാര്യം ഓർമ്മിപ്പിക്കരുത് സാർ. ഞാൻ ആ പ്രസ്ഥാനം വിട്ടു. പിന്നെന്താ ഇങ്ങോട്ട് വന്നത്? വാരികയിൽ തുടർച്ചയായി എന്റെ ഒരു ഫീച്ചർ ആരംഭിച്ചിട്ടുണ്ട്. തടവുകാരുടെ അവശത, ജയിൽ പരിഷ്കരണം. അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് തന്നെ പോലെ കൊല്ലും കൊലയും നടത്തി അവിടെ ചെല്ലുന്നവർക്ക് പൊറുക്കാൻ ജയിലിൽ സൗകര്യങ്ങൾ കുറവാണ്. ജയിൽ ഈ സുഖം പോരടോ. സാർ എന്തായി പറയുന്നത്? തടവുകാരുടെ ബേസിക് നീഡ്സ് മുഴുപ്പട്ടിനായിട്ട് കോടിക്കണക്കിന് ജനം ജയിലിൽ പുറത്തുണ്ടോ? വയറു നിറച്ച ആഹാരം, കിടന്നുറങ്ങാൻ ഉറപ്പുള്ള കെട്ടിടം, കറണ്ട്, റേഡിയോ, പിന്നെ എന്തൊക്കെ വേണം ജയിലില്? സെല്ലിൽ AC വേണോ? TV വേണോ? ചൈനീസ് ഫുഡ് വേണോ? നമ്മൾ തർക്കിക്കണ്ട. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ്. പറയണം. സത്യരാജ് എന്ന പുള്ളിയെ 2 തവണ അറസ്റ്റ് ചെയ്ത ആളാണല്ലോ സാറ്. ആ പുള്ളിയെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ദിവസവും പത്രങ്ങളിൽ അടിച്ചു വരുന്നുണ്ടല്ലോ അവൻ ചെയ്ത കൊലയും വീരസാഹസങ്ങളും ഒക്കെ. നാട്ടുകാരുടെ ഹീറോ ഇപ്പൊ സത്യരാജ് അല്ലേ? കറക്റ്റ്. എന്റെ അറ്റംപ്റ്റ് ന്യൂസ് കോളത്തിനല്ല, പുസ്തക രൂപത്തിൽ അവന്റെ ലൈഫ്, ഐ മീൻ എ ബയോഗ്രഫി. ജനം വായിച്ചു പഠിക്കട്ടെ അല്ലേ? നല്ല മാറ്റർ വേണം. അതിന് സാറിന്റെ ഒരു സഹായം പിന്നീടോ. കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തി ജീവിച്ച ഒരു നാരിയുടെ രോമം പഠിക്കാൻ തനിക്ക് ഞാൻ കത്തി വെച്ചിരുന്നു. അല്ല, ഇയാൾ ചൂടാവാ പട്ടി. മിസ്റ്റർ ഒരു പത്രപ്രവർത്തകൻ അപമാനിച്ചു. നീ എന്തോ എന്തായാലും ക്ഷമിച്ചുകളാം. ഓട്ടൊന്നേ സാറിനെ ഞാൻ അനുസരിക്കാം. പക്ഷെ ഇവനെ എനിക്കും ചെറിയ ചെയ്യാൻ കഴിയും. പോടാ 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 കൊടുക്കാം. സാറല്ല, നീ ഇപ്പൊ പോ. എന്തിനാടോ ആ പാവത്തിനെ? തനിക്ക് വേറെ ഇരയൊന്നും കിട്ടിയില്ലേ? എനിക്കൊരു മറ്റേ വർത്താൻ പറയരുത്. പാവം കൊള്ള റാസ്കൽ വന്നിരിക്കുന്നു. ഇന്ത്യൻ ജയിൽസ് വേർ മണി ഓപ്പൺ സ്റ്റോർ. വായിച്ചില്ലേ? ഈ ജയിലിന്റെ വാതിൽ തുറക്കാൻ പണം വേണം. എന്റെ ജീവചരിത്രം തന്റെ നക്കാപ്പിച്ച പത്രത്തിൽ വന്നാൽ അത് കിട്ടില്ല. സാറിനെ കാണാൻ വക്കീൽ വന്നിരിക്കുന്നു. എടോ, ഇവൻ ആ കുട്ടനെ കാണിച്ചു കൊടുക്കും. വരൂ. ഏതാ കൂട്ടൻ? കള്ളൻകുട്ടൻ. ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. ഇന്നോ നാളെ വിടും. ഇതാ പുള്ളി. ഇതിനകത്ത് കാണേണ്ടവരെ വേണ്ടതുപോലെ കണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഇനി അത് പോരാതെ വരികയാണെങ്കിൽ ലിക്കറോ ഫുഡോ എന്താ ഇവിടെ സ്ഥിരമായി താമസിപ്പിക്കാനാണോ ഉദ്ദേശം? എടോ വക്കീലേ, ഒരു കൊലക്കേസിനെ ഞാൻ ഒഴിവായിട്ടുള്ളൂ. വേറെയും കിടക്കുന്നു, ബോംബെയിലും തിരുവനന്തപുരത്തും കാസർഗോട്ടും ഒക്കെ. പിന്നെ എനിക്കറിയാം. അറിയില്ല എന്നെ ഇവിടുന്ന് എപ്പോഴാ മാറ്റുന്നെന്ന്.
അതിനിടയ്ക്ക് ഞാനിവിടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ കഴുത്തിന് കയറി വീഴും. എല്ലാം ശരിപ്പെടുത്താമെന്നേ. ഇല്ലെങ്കിൽ എന്നെ ഇവിടെ വരുത്തിച്ച യോഗ്യന്മാരെ ഞാൻ ഇവിടെ വരുത്തും. വിസിറ്റേഴ്സ് ആയിട്ടല്ല, തടവുകാരായിട്ട്. അതിന് വേണ്ട തെളിവുകൾ എന്തെങ്കിലും ഉണ്ട്? അതൊക്കെ സൂപ്രണ്ട് മറ്റും അപ്പുറത്തുണ്ട്. അവന്മാരെ കൊണ്ട് എന്റെ വായടപ്പിക്കാൻ നോക്കുകയാണോ? അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയാം. എന്റെ ശവം ചൂടാറും മുമ്പ് എല്ലാ തെളിവുകളും എത്തേണ്ടിടത്ത് എത്തും. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. സിമന്റ് കച്ചവടത്തിന്റെ മാത്രമല്ല, അവന്മാർ ചെയ്തിട്ടുള്ള പൊന്നും വെള്ളിയും സ്പിരിറ്റും ഡ്രഗ്സും. അങ്ങനെയൊന്നും സംഭവിക്കില്ല സത്യരാജ്, ഞാൻ ഏറ്റു. എങ്കിലും എന്നെ പുറത്തു കിടത്തും, എത്രയും വേഗം. സർക്കിൾ ഇൻസ്പെക്ടർ ബൽറാമിന്റെ മർദ്ദനം തുടരുന്നു. ഫറൂഖ് അഴിഞ്ഞലം ഭാഗത്ത് നിന്നാണ് 25-കാരനായ കുട്ടൻ എന്ന യുവാവിനെ ഈ CI കസ്റ്റഡിയിലെടുത്തത്. വായിക്കണോ കേൾക്കട്ടെ, എന്നെ പറ്റില്ലേ? അടിച്ചും ഇടിച്ചും കുട്ടനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ് ഇത്രേ ഉണ്ടായത്. ഈ ബൽറാമിന് നാട്ടുകാർ നൽകിയ ഓമന പേരാണ്. എന്താ നിർത്തിക്കളഞ്ഞ? സാർ, ഒരു സംശയം. സാറിന് വായിച്ചാൽ ഇഷ്ടപ്പെടുവാവോ? ഓമന പേരാണ് കരടി ബാലു എന്ന്. ക്രൂരനായ ഈ മനുഷ്യക്കരടിയുടെ ഇടിയും തൊഴിയും പ്രസിദ്ധമാണ്. കളവ് തെളിയിക്കാൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ച പ്രാകൃത മനുഷ്യരുടെ കാടൻ രീതിയാണ് ഇയാൾ ഇന്നും സ്വീകരിച്ചു വരുന്നത്. ഒരു സ്ത്രീനി. ജയിലിൽ നിന്നവനെ പുറത്ത് ചാരിക്കാനല്ല പ്രയാസം, ഈ നാട്ടിൽ നിന്നവനെ കടത്തിവിടണ്ടേ? കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ഓർമ്മയുണ്ടല്ലോ. ഇനിയും താമസിച്ച കുഴപ്പമാണ്. മറ്റു കേസുകളിൽ നിന്ന് സത്യരാജനെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ബോംബെക്കോ മറ്റോ കൊണ്ടുപോയാൽ പിന്നെ അപ്പൊ എന്ത് ചെയ്യും വിൻസെന്റ്? അവനെ ഉടനെ ജയിലിൽ നിന്ന് പുറത്ത് കാണിക്കണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ആലോചിക്കാവുന്നേ. ആദ്യം അത് ആലോചിക്കണം മിസ്റ്റർ. പുറത്തു വന്നാൽ ഉടനെ അവനെ പുറം രാജ്യത്തേക്ക് അയക്കാൻ ഒക്കുമോ? ഷിപ്പിലായാലും പ്ലെയിനിലായാലും സൂക്ഷിച്ചു വേണം ചെയ്യാൻ. പ്രോപ്പറായി പ്ലാൻ ചെയ്യാതെ പറ്റില്ല. അതുവരെ സത്യരാജനെ എവിടെ താമസിപ്പിക്കും? അതെനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു മാറരുത് മിസ്റ്റർ ജയചന്ദ്രൻ. നമുക്കിടയിൽ വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധം മാത്രമാണ് ഉള്ളത്, ആണോ? പോലീസിന്റെ കണ്ണിൽപ്പെടാത്ത ഒരിടം കണ്ടുപിടിക്കും. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത ഒരു സ്ഥലം. സാർ, ഒരു സംശയം. ഇതിന്റെ കാശ് ഞാൻ കൊടുക്കും. മുഴുവൻ കഴിക്കേ. ഇനി വയ്യ സാർ. എന്നാ എനിക്ക് കാര്യം പറയാം. മിസ്റ്റർ കുട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? ഇന്നലെ. ഇയാളുടെ വീട്ടിൽ ഇന്നലെ കളവ് നടന്നിരിക്കുന്നു. ഒരു ക്യാമറയും പിന്നത്തെ കളവ് എന്റെ വാച്ച്, ടേപ്പ് റെക്കോർഡറും, പിന്നെ അതെ. മിസ്റ്റർ കുട്ടൻ, നിങ്ങൾ ഇന്നലെ അവിടെ ജയിലനുഭവം പറയാൻ പോയിരുന്നു. സാർ, പക്ഷെ ഞാനൊന്നും കട്ടില്ല. പൊന്നുകുട്ടാ, സത്യം പറയും. സത്യമാണ് സാർ, ഞങ്ങൾ ഭഗവതിയാണ് സത്യം. ശ്രീനി, ഇതിലും വലിയ സത്യം ഇനി വേറെ ഇല്ല. താൻ പോയി കൈ കഴുകിടുവാ. സാർ, ഇവനാണ് കട്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്കും ഉറപ്പുണ്ട്. അതുപോലല്ലോ കുട്ടൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ കണ്ടിരിക്കുകയല്ലേ, ഞാൻ അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു, ചായയും സിഗരറ്റും കൊടുത്ത് സൽക്കരിച്ചു, താണകയാണ് ചോദിച്ചു, എന്നിട്ടും പറഞ്ഞില്ല. പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട്. പക്ഷേ അതെടുത്താൽ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ എഴുതില്ലേ തെറി അല്ലോ? സാർ, എന്തായാലും എനിക്ക് എന്റെ ക്യാമറ കിട്ടണം. പല പല സെന്റിമെന്റ്സ് ഉള്ള. അത് ശരി. കുട്ടൻ വരൂ. കുട്ടൻ ഇന്നലെ മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? ഏത് സാറും പറയണം. അത് ആർക്ക് വിറ്റു? ഞാൻ കത്തുപോകും. നീ പറ, എന്ത് ചെയ്തത്? പഠിക്കാൻ അയച്ചോ? കക്കൂസിന് വലിയൊരു പൈപ്പിൽ വെച്ച് ബാക്കി പാത്തോട്ട പള്ളിപ്പറമ്പിൽ കുഴിച്ചിട്ട് സാർ. അവിടെ മയ്യത്ത് വെക്കാൻ തന്നെ സ്ഥലമില്ല. അപ്പോഴാണ് നിന്റെ കളവ് മുതലും. താനും വയ്ക്കോ. മേലിൽ പോലീസുകാരെ പറ്റി പോക്കിരത്തിൽ എഴുതിയ തന്റെ എല്ലിയാൻ ഓടിക്കും. നിർമ്മൽ, ആ പുസ്തകം തരൂ. എന്നിട്ട് എഴുതാൻ ടീച്ചർ പറഞ്ഞു തരൂ. കുട്ടി, ഞാൻ പറയുന്ന അനുസരിക്കൂ. ഇല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പോട്ടെ മോളെ, ഒന്ന് അടങ്ങ്. എന്താ താൻ പറഞ്ഞത്? വൃത്തിയോട് കാണിച്ച നിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. You dirty pig. പോലീസ് സ്റ്റേഷൻ.
ഏത് കോളേജില്? വകുപ്പ് ഏതായാലും റഷീദ് പേടിക്കണ്ട. കേസിന്റെ കാര്യം ഞാൻ ഏറ്റുന്നേ. അതിന് മന്ത്രി ഡൽഹിയിൽ പോയിരിക്കല്ലേ? വരട്ടെ. വേണ്ട വേണ്ട, പുള്ളിക്കാരൻ പ്രൈം മിനിസ്റ്ററെ കണ്ടേച്ച് ഉടനെ എന്നെ ഇങ്ങോട്ട് വിളിക്കും. ഓക്കെ. സിറ്റിയിൽ മിനിഞ്ഞാണ് ചാർജ് എടുത്തു അല്ലേ? തൊട്ടടുത്ത് വീടായിട്ടും ഇതുവരെ നിങ്ങൾ കയറിയില്ലല്ലോ. ആയിരിക്കേ? വേണ്ട. അത് കൊള്ളാം. നിങ്ങളുടെ ഹോം മിനിസ്റ്ററും ഇതുപോലെയാ. ആളും മന്ത്രിയൊക്കെ ആണെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കാൻ മടിയാ. അല്ല, കാര്യമുണ്ട്. അവന് രാഷ്ട്രീയത്തിൽ ഇറക്കിയതും പൊക്കിയതും ഒക്കെ ഞാനാ. അതിരിക്കട്ടെ, കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? കാപ്പിയോ ചായയോ അല്ലെങ്കിൽ? ഒന്നും വേണ്ട. അത് പറ്റില്ല. ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നിട്ട്. അത് ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല. പിന്നെ മകനെ കാര്യം വിളിക്ക്, പറയാം. നിമ്മേ, മോനെ നിമ്മേ. നിർമ്മൽ ഹാസൻ എന്നല്ലേ പേര്? അതെ. താൻ എന്നോട് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? പരീക്ഷാ ഹാളിൽ കുഴപ്പമുണ്ടാക്കിയില്ലേ, അതിന്. എന്തു കുഴപ്പം? അതൊക്കെ വേണ്ടപ്പെട്ടവർ അന്വേഷിച്ചിട്ടുണ്ട്. കോളേജിൽ നിന്നാണ് ഞങ്ങൾ വരുന്നേ. വേണം. തനിക്ക് ഞാൻ ആരാണെന്നറിയോ? അറിയാം. ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാണ്, ബിസിനസ്സുകാരനാണ്. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പണക്കാരുടെയും ഇടയിൽ സ്വാധീനമുള്ളവനാണ്, ശക്തനാണ്. പിന്നെ സാറിനെ കുറിച്ച് എനിക്ക് ഒന്നുകൂടെ അറിയാം. തിരുവനന്തപുരത്തെ പ്രമാണിമാർക്ക് പെണ്ണ് കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കുന്നവൻ, റോയൽ പിംപ്. എടോ, നീ എന്താ പറഞ്ഞത്? മിസ്റ്റർ വെറുതെ കാണാകുണ വർത്താനം പറഞ്ഞാൽ എന്റെ ജോലി മുടക്കരുത്. നില്ലേ, എന്റെ മോനെ കസ്റ്റഡിയിലെടുക്കാൻ തന്റെ ഒരു അറസ്റ്റ് വാറന്റുണ്ടോ? അതൊക്കെ ഉണ്ടാവും. മര്യാദക്ക് ചെറുക്കനെ ഇറക്കിക്കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പറ. ബീച്ച് വഴി വിടാൻ പറ. സാർ, ഒരു സംശയം. എളുപ്പം സ്റ്റേഡിയം വഴിയല്ലേ? താൻ പറഞ്ഞത് എഴുതാ മതി.